2022 സെപ്റ്റംബർ 18 ഉത്തരാഖണ്ഡ് ഋഷികേശിലുള്ള ഫോറസ്റ്റ് അതിർത്തിയിൽ ഒരു റിസോർട്ടിൽ ജോലി ചെയ്യുന്ന 18 വയസ്സ് മാത്രം പ്രായമുള്ള അങ്കിത ഭണ്ഡാരിയെ കാണാതാകുന്നു. ഇതോടെ സെപ്റ്റംബർ 19 അവളുടെ പിതാവ് വീരേന്ദ്ര സിംഗ് ഭണ്ഡാരിയ മിസ്സിംഗ് കംപ്ലൈന്റ് കൊടുക്കുന്നു. 3 സ്റ്റേഷനുകളായി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ അത് തങ്ങളുടെ അതിർത്തിയിൽ വരുന്നതല്ല എന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനും പരാതി രജിസ്റ്റർ ചെയ്തില്ല. അങ്കിത ജോലി ചെയ്യുന്നത് റവന്യൂ പോലീസിന്റെ അധികാരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ മടക്കി അയക്കുന്നു. അതേസമയം റിസോർട്ടിന്റെ ഉടമയായ പുൽകിത് ആര്യ സെപ്റ്റംബർ 19 റവന്യൂ പോലീസ് ഓഫീസറായ വൈഭവ് പ്രതാപിനെ ഇക്കാര്യം അറിയിക്കുന്നു. എന്നാൽ വൈഭവ് പ്രതാപ് FIR രജിസ്റ്റർ ചെയ്യാതെ ഒരു ലോങ് ലീവിന് പോവുകയാണ് ഉണ്ടായത്. ചില ഗൂഢനീക്കങ്ങൾക്കായിരുന്നു അത്. സെപ്റ്റംബർ 24 അങ്കിതയെ കാണാതായി 6 ദിവസങ്ങൾക്ക് ശേഷം ഋഷികേശിലെ ചില്ലക്കനാലിൽ നിന്നും ഉത്തരാഖണ്ഡ് പോലീസ് അവളുടെ അഴുകിയ ശരീരം കണ്ടെത്തുന്നു. 2022 വലിയ ഒരു BJP നേതാവിൻ്റെ മകൻ ഉൾപ്പെടെ നിരവധി പ്രമുഖന്മാർ ഉൾപ്പെടുന്ന ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസ് തന്നെയായിരുന്നു അങ്കിത ഭണ്ഡാരി കേസ്. യഥാർത്ഥത്തിൽ ആരായിരുന്നു അങ്കിത ഭണ്ഡാരി? ആരായിരുന്നു അവളെ കൊല ചെയ്തത്? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടു ഡ്രോപ്പ്. ഉത്തരാഖണ്ഡിലെ ചെറിയ ഗ്രാമമായ ശ്രീകോട്ടിൽ 2003 അങ്കിത ഭണ്ഡാരി ജനിച്ചത്. അവളുടെ അച്ഛൻ വീരേന്ദ്ര സിംഗ് ഭണ്ഡാരിയ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. അങ്കിതയുടെ അമ്മ ശാരദാദേവി ഒരു അംഗൻവാടി ജീവനക്കാരിയായിരുന്നു. അവർക്ക് ഒരു സഹോദരനും കൂടിയുണ്ട്. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബം. +2-ന് 88% മാർക്കുണ്ടായിരുന്ന അങ്കിത പെട്ടെന്ന് ഒരു ജോലി കിട്ടാൻ തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിന് ജോയിൻ ചെയ്യുകയാണ്. ഈ സമയത്ത് അവളുടെ അച്ഛൻ്റെ ജോലി നഷ്ടപ്പെടുന്നു. അവളുടെ പഠനത്തിനുള്ള ഫീസ് അടയ്ക്കാൻ നിർവൃതിയില്ലാതെ അവർ പഠനം ഉപേക്ഷിച്ച് എവിടെയെങ്കിലും നല്ലൊരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. അവൾ ഇക്കാര്യം ജമ്മുവിൽ താമസിക്കുന്ന പുഷ്പദീപ് എന്ന ഒരാളോട് പറയുന്നു. വനാന്ധ്ര എന്ന റിസോർട്ടിൽ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഒഴിവ് ഉണ്ട് എന്ന് അയാൾ പറയുന്നു. BJPയുടെ സീനിയർ നേതാവായിരുന്ന വിനോദ് ആര്യയുടെ മകൻ പുൽകിത് ആര്യയാണ് ആ റിസോർട്ടിൻ്റെ ഉടമ. OLXൽ റിസപ്ഷനിസ്റ്റിനെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം അയാൾ കൊടുത്തിരുന്നു. പുഷ്പദീപ് ആ പരസ്യം കാണുകയും അങ്കിതയോട് അതേപ്പറ്റി പറയുകയും ചെയ്തു. അങ്കിത ഉടനെ തന്നെ പുൽകിത് ആര്യയെ വിളിച്ച് ജോലിയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നു. 10,000 രൂപയാണ് സാലറി എന്നും ഫുഡ് റിസോർട്ടിൽ നിന്നും ലഭിക്കുമെന്നും അവളുടെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് റിസോർട്ടിൽ തന്നെ താമസവും അയാൾ ഒരുക്കി കൊടുക്കും എന്നും പറയുന്നു. ഇത് കേട്ടപ്പോൾ ഇതൊരു നല്ല ഓഫറായി അവൾക്ക് തോന്നി. അവൾ അപ്പോൾ തന്നെ ഓക്കെ പറയുകയാണ്. 2022 ഓഗസ്റ്റ് 28 അവൾ തൻ്റെ പിതാവിനൊപ്പം 130 കിലോമീറ്റർ അകലെയുള്ള വനാന്ധ്ര റിസോർട്ടിൽ എത്തുന്നു. അവർക്ക് ആ റിസോർട്ടും പരിസരവും ഒരുപാട് ഇഷ്ടപ്പെടുന്നു. തൻ്റെ മകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് അദ്ദേഹം അവിടെ നിന്നും തിരിച്ചു പോകുന്നു. അവൾക്ക് താമസിക്കാൻ റിസപ്ഷൻ ഹാളിൻ്റെ അടുത്തുള്ള മുറിയാണ് കൊടുത്തത്. അടുത്ത ദിവസം തൊട്ട് അവൾ റിസപ്ഷനിസ്റ്റായി ജോലിക്ക് കയറുന്നു. അങ്കിത് ഗുപ്ത, സൗരവ് ഭാസ്കർ എന്നീ 2 മാനേജർമാരുടെ മേൽനോട്ടത്തിലാണ് അവളുടെ ജോലി. ജോലി തുടങ്ങിയ അന്ന് തന്നെ അവൾക്ക് മോശമായ ഒരു അനുഭവമുണ്ടായി. ഈ അങ്കിത കാണാൻ ഭയങ്കര സുന്ദരിയും 18 വയസ്സ് മാത്രം പ്രായവുമായിരുന്നു. അങ്കിതയെ മദ്യപിച്ചെത്തിയ ഒരു ഗസ്റ്റ് അവളെ കെട്ടിപ്പിടിച്ച് ചുംബിക്കാൻ ശ്രമിക്കുകയും റൂമിലേക്ക് ബലമായി വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. റിസോർട്ടിൻ്റെ ഉടമയായ പുൽകിത് ആര്യ തക്ക സമയത്ത് ഇടപെട്ടതോടെ അവൾ ആ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു. പുൽകിത് ഗസ്റ്റിനു വേണ്ടി സോറി പറയുകയും ചെയ്തു. എന്നാൽ മാനേജറായ അങ്കിത് ഗുപ്ത അവളോട് ഇക്കാര്യം ആരോടും പറഞ്ഞു പോവരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. കാരണം മാനേജറിൻ്റെ അറിവോടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ തൻ്റെ സുഹൃത്തായ പുഷ്പദീപിനോട് ഇതേപ്പറ്റി പറയുകയാണ്. നിനക്ക് അവിടെ സേഫായിട്ടുള്ള ജോലിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ട് പോരാനാണ് അയാൾ പറഞ്ഞത്. പക്ഷേ വീട്ടിലെ കാര്യമോർത്ത് അവൾ അവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ തീരുമാനിക്കുകയാണ്. 2 ആഴ്ച അധികം പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാതെ കടന്നുപോയി.
ഒരു ദിവസം റിസോർട്ടിന്റെ ഉടമ അവളെ വിളിച്ചു പറഞ്ഞു, ഇന്ന് കുറച്ചധികം ഗസ്റ്റ് വരുന്നുണ്ട്, എല്ലാ റൂമും ഫില്ലായതുകൊണ്ട് അങ്കിതയുടെ റൂം കൂടി അവർക്ക് വിട്ടുകൊടുക്കണമെന്ന്. അങ്കിതയോട് തൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് സ്റ്റേ ചെയ്യാനും അയാൾ പറയുന്നു. അങ്കിത അവളുടെ സാധനങ്ങളും എടുത്ത് പുൽകിത് ആര്യയുടെ റൂമിൻ്റെ തൊട്ടടുത്തേക്ക് താമസം മാറ്റുകയാണ്. അപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലായത്. അവളുടെ റൂമിൽ 2 വാതിലുകളുണ്ട്. ഒരു ഡോർ തുറക്കുന്നത് പുൽകിതിൻ്റെ റൂമിലേക്കാണ്. അയാൾക്ക് ആരും അറിയാതെ അവളുടെ റൂമിലേക്ക് വരാൻ നല്ല സൗകര്യമുള്ള ഒരു റൂമായിരുന്നു അത്. ആ പാവം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. രാത്രി ഒരു 12 മണിയോടെ അയാൾ അവളുടെ റൂമിലേക്ക് കയറി വരികയാണ്. അവിടെ ഇരുന്ന് അയാൾ മദ്യപിക്കാൻ തുടങ്ങി. അതിനുശേഷം അവളെ ബലമായി ചുംബിക്കുകയും അവളോട് മോശമായി പെരുമാറാനും തുടങ്ങി. അവൾക്ക് ദേഷ്യം വന്നു. അവൾ ഒച്ച വെച്ച് ആളെ കൂട്ടും എന്ന് ഭയന്ന് അയാൾ അവളോട് ക്ഷമ ചോദിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ അവളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് അവളുമായി അടുക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവൾ അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അവളുടെ ജീവിതം അതിനുശേഷം ദുഷ്കരമാവാൻ തുടങ്ങി. അവൾ എല്ലാ കാര്യവും പുഷ്പദീപിനോട് പറയുമായിരുന്നു. സെപ്റ്റംബർ 14-15 പുഷ്പദീപ് അവിടെ താമസിക്കാനായിട്ട് എത്തുന്നു. എന്നാൽ ഈ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഒരു പ്രശ്നവും ഉണ്ടായില്ല. അവൻ സെപ്റ്റംബർ 16 ജമ്മുവിലേക്ക് തിരിച്ചു പോകുന്നു. അതിനുശേഷം അങ്കിതയും പുഷ്പദീപും വളരെ നേരം ചാറ്റ് ചെയ്തിരുന്നു. അതിൽ അങ്കിത പറയുന്നത് തനിക്കിവിടെ ഒരു സുരക്ഷിതത്വവും ഇല്ല, എപ്പോൾ വേണമെങ്കിലും താൻ ജോലി ഉപേക്ഷിച്ച് വീട്ടിൽ വരുമെന്നാണ്. അതിന് അവളെ പ്രേരിപ്പിച്ച ഒരു സംഭവവും അവൾ അവനോട് വിവരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 19 ഒരു VIP ഗസ്റ്റ് വരുന്നുണ്ടെന്നും അവർക്ക് അധിക സേവനം നൽകിയാൽ 10,000 രൂപ എക്സ്ട്രാ നൽകാം എന്നും അവർ പറയുന്നു. എന്താണ് ഈ എക്സ്ട്രാ സേവനം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബോഡി മസാജ് ചെയ്യലാണ് എന്നാണ്. അത് കേട്ട് അവൾ പറഞ്ഞത് താനൊരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്ന് വെച്ച് ശരീരം വിറ്റ് ജീവിക്കാൻ താനില്ല എന്ന് ഉറപ്പിച്ച് റിസോർട്ട് ഉടമയോട് പറയുകയാണ്. അത് കേട്ട് അവൻ അടവു മാറ്റി. നീ ചെയ്യണം എന്നല്ല, നിനക്ക് അറിയാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിച്ചത് എന്ന് മാറ്റി പറഞ്ഞു. ഇതെല്ലാം അങ്കിത അവളുടെ ഫ്രണ്ടിനോട് ചാറ്റിലൂടെ പറയുകയാണ്. ഇതോടെ പുഷ്പദീപ് പറഞ്ഞു, നീ നാളെ ജോലി ഉപേക്ഷിച്ച് പോരെ എന്ന്. സെപ്റ്റംബർ 18 സമയം 4 മണി. അങ്കിതയും പുൽകിതും തമ്മിൽ എന്തോ കാര്യം പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വഴക്കിടുന്നു. അവൾ കരയുന്നതും ഹോട്ടലിലെ മറ്റു ജീവനക്കാർ കാണുന്നു. 6 മണിക്ക് പുഷ്പദീപ് വിളിച്ചപ്പോൾ ആ പാവം ഫോണിലൂടെ കരയുകയായിരുന്നു. എന്തിനാണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അസിസ്റ്റന്റ് മാനേജരായ അങ്കിത് ഗുപ്ത തന്നെ അടിച്ചു എന്നാണ് അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. രാത്രി ഒരു 9 മണിക്ക് പുഷ്പദീപ് അവളെ വിളിച്ചപ്പോൾ ഞാൻ പുറത്താണ്, മാനേജറും റിസോർട്ടിന്റെ ഉടമയും എന്നെ കൊണ്ടുപോകുകയാണ്, ഏതു സ്ഥലത്തേക്കാണ് അറിയില്ല എന്നാണ് പറഞ്ഞത്. എന്തോ കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ അവളെ കൊണ്ടുപോകുന്നത്. പുൽകിത് ആര്യ, അങ്കിത് ഗുപ്ത, സൗരവ് എന്നിവർ ചുറ്റും ഉള്ളതുകൊണ്ട് അവൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. അതിനുശേഷം നടന്നത് വളരെ ദുരൂഹമായ കാര്യങ്ങളാണ്. 9:45 പുൽകിത് ആര്യ പുഷ്പദീപിനെ കോൾ ചെയ്യുന്നു. ഞങ്ങൾ റിസോർട്ടിൽ എത്തി എന്ന് പറഞ്ഞിട്ട്. അങ്കിതയെക്കുറിച്ചുള്ള കുറച്ച് പരാതികളാണ് അയാൾ എന്നിട്ട് പറഞ്ഞത്. അങ്കിതയ്ക്ക് ജോലിയിൽ തീരെ ആത്മാർത്ഥത ഇല്ലെന്നും എപ്പോഴും ഫോണിൽ നോക്കി ഇരിക്കുകയാണെന്നും അവൾക്കിവിടെ ജോലിയിൽ നിന്നും ഞങ്ങൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചു എന്നുമാണ് അയാൾ പറഞ്ഞത്. പിന്നീട് അവൻ അങ്കിതയെ വിളിക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് പുഷ്പദീപ് പുൽകിത് ആര്യയെ വിളിക്കുകയാണ്. ആ ഫോണിലോട്ട് വിളിച്ചിട്ടും ഫോൺ റിംഗ് ചെയ്തു എന്നല്ലാതെ അയാൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അതും സ്വിച്ച് ഓഫ് ആയി. അയാൾ റിസോർട്ടിലുള്ള വേറെ ഒരു ജീവനക്കാരനെ വിളിച്ചു. അയാൾ പറഞ്ഞത് മാഡം റിസോർട്ടിൽ എത്തി എന്ന് മാനേജർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആരും തന്നെ നേരിട്ട് അങ്കിതയെ കണ്ടില്ല എന്നാണ്. എന്തോ ഭക്ഷണ സാധനമെല്ലാം കിച്ചണിൽ നിന്നും എടുത്ത് മാഡത്തിന് കൊടുക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് കണ്ടു. പുഷ്പദീപ് രാവിലെ ഉണർന്ന ഉടനെ തന്നെ അങ്കിതയെ വീണ്ടും വിളിച്ചു നോക്കുന്നു. അത് അപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു.
പുഷ്പദീപ് ഉടനെ തന്നെ അസിസ്റ്റന്റ് മാനേജർ അങ്കിതിനെ വിളിക്കുന്നു. പക്ഷേ ആ കോൾ എടുത്തത് പുൽകിത് ആര്യയാണ്. പിന്നീട് പുഷ്പദീപിന്റെ ഓരോ ചോദ്യങ്ങൾക്കും പുൽകിത് ആര്യ പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് നൽകിയത്. അതുമാത്രമല്ല, ഇന്ന് രാവിലെ അങ്കിത ആരോടും പറയാതെ എവിടേക്കോ പോയി എന്നും പറയുകയാണ്. അയാളുടെ ഭാഗം ന്യായീകരിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം പുൽകിത് ഫോൺ കട്ട് ചെയ്തു. എല്ലാവരും ചേർന്ന് അങ്കിതയെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന് പുഷ്പദീപിന് സംശയമായി. പുഷ്പദീപ് അവരുടെ വീട്ടിലേക്ക് വിവരം അറിയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആരുടെയും ഫോൺ നമ്പർ അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് അങ്കിതയുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നും കസിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് അവളുടെ അച്ഛനെ വിവരം അറിയിക്കുന്നു. വീരേന്ദ്ര ഭണ്ഡാരിയെ വിളിക്കുന്നു. ഇതിനോടകം മകൾ മിസ്സിംഗ് ആണെന്ന കാര്യം അയാൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. പുൽകിത് ആര്യയാണ് ഇക്കാര്യം അയാളെ വിളിച്ചു പറഞ്ഞത്. റിസോർട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മകൾ ആരോടും പറയാതെ വീട്ടിലെത്തുകയോ ഫോൺ ചെയ്യുകയോ ചെയ്യാത്തതിനാൽ മകളെ അന്വേഷിച്ച് വരാന്തര റിസോർട്ടിൽ എത്തുന്നു. അങ്കിതയുടെ മിസ്സിംഗ് ആയി ബന്ധപ്പെട്ട് യാതൊരു വിശദീകരണവും അവർ അയാൾക്ക് കൊടുത്തില്ല. വീരേന്ദ്ര ഭണ്ഡാരി പോലീസിൽ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നു. ഋഷികേശിനടുത്തുള്ള 3 പോലീസ് സ്റ്റേഷനിലും കേസ് രജിസ്റ്റർ ചെയ്യാതെ പോലീസ് അതിർത്തി പരാതിയിൽ പറഞ്ഞത് അവർ ആരും ഞങ്ങളുടെ അതിർത്തിയിൽ പെടുന്നതല്ല, അതുകൊണ്ട് ഈ കേസ് ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നാണ്. അങ്കിത വർക്ക് ചെയ്തിരുന്ന റിസോർട്ട് റവന്യൂ പോലീസിന്റെ അതിർത്തിയിൽ പെട്ടതായിരുന്നു. അവസാനം അവർ ജില്ലാ മജിസ്ട്രേറ്റിനെ സമീപിക്കുന്നു. ജില്ലാ മജിസ്ട്രേറ്റ് പോലീസ് സൂപ്രണ്ടിനെ വിവരം കൈമാറിയതോടെ വേഗത്തിൽ അന്വേഷണം ആരംഭിച്ചു. സെപ്റ്റംബർ 21 SHO സന്തോഷ് കുവേർ വരേന്ദ്ര റിസോർട്ടിൽ എത്തി. അതിൻ്റെ ഉടമയായ പുൽകിത് ആര്യ, മാനേജറായ സൗരവ് ഭാസ്കർ, അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത എന്നിവരെ അറസ്റ്റ് ചെയ്ത് വിശദമായി ചോദ്യം ചെയ്യുന്നു. അവർ വ്യക്തമായി ഒന്നും തന്നെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, പല ചോദ്യങ്ങൾക്കും ഉത്തരം പോലും അവർ കൊടുത്തില്ല. 3 പേരെയും ലക്ഷ്മൺ ജ്വല്ല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് നിരന്തരമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. പക്ഷേ അവർ ഒന്നും തന്നെ പറഞ്ഞില്ല. ചോദ്യം ചെയ്ത് വിട്ടയച്ചതോടെ അവർ 3 പേരും ഒളിവിൽ പോയി. ഇതേ സമയം പുഷ്പദീപ് ജമ്മുവിൽ നിന്നും ഋഷികേശിലെത്തി അയാളുടെ വാട്സപ്പ് ചാറ്റും റിസോർട്ടിലുള്ളവരുമായിട്ടുള്ള ഓഡിയോ റെക്കോർഡിംഗ്സും എല്ലാം പോലീസിന് കൈമാറി മൊഴി നൽകുന്നു. ഇതിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കിയ പോലീസ് സെപ്റ്റംബർ 23-ന് 3 പേരെയും വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അവരെ ചോദ്യം ചെയ്യുന്നു. അവസാനം ഗതികെട്ട് അവർ ആ ഞെട്ടിക്കുന്ന സത്യം തുറന്നു പറയുകയാണ്. തങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങാത്ത അങ്കിതയെ ആദ്യം പുറത്താക്കാനാണ് പുൽകിത് തീരുമാനിച്ചതെങ്കിലും റിസോർട്ടിൽ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അവൾ പുറത്തു കൊണ്ടുവരും എന്ന് ഭയന്ന് അവളെ കൊലപ്പെടുത്താൻ അവർ 3 പേരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കുന്നു. സെപ്റ്റംബർ 18 രാത്രി 9 മണിയോടെ ഇവർ 3 പേരും 2 ബൈക്കിലായി വരാന്തര റിസോർട്ടിൽ എത്തുന്നു. ജോലി സംബന്ധിച്ച ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞ് അവളെ ബൈക്കിൽ കയറ്റുന്നു. അവർ നേരെ പോയത് ചിന്നക്കനാലിൻ്റെ പരിസരത്തേക്കാണ്. അവിടെ വെച്ച് 3 പേരും മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നു. അത് കണ്ട് അങ്കിത റിസോർട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നു. അപ്പോൾ അവർ അവളെ ആഴമേറിയതും വളരെയധികം ഒഴുക്കുള്ളതുമായ ചിന്നക്കനാലിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം 3 പ്രതികളും ഒന്നും അറിയാത്തതുപോലെ റിസോർട്ടിലേക്ക് തിരിച്ചു വരുന്നു. ഇത് മറച്ചുവെക്കാൻ മറ്റൊരു പദ്ധതി കൂടി അവർ തയ്യാറാക്കുന്നു. റിസോർട്ടിലെത്തി ചെഫിനോട് അങ്കിതയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യപ്പെട്ട് അതെടുത്ത് അവളുടെ മുറിയിലേക്ക് കൊണ്ടുപോയി. മറ്റാർക്കും തന്നെ അങ്കിത അവിടെ ഇല്ല എന്ന കാര്യം മനസ്സിലാവാതിരിക്കാനായിട്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തത്. സെപ്റ്റംബർ 19 രാവിലെ അങ്കിതയെ കാണാനില്ല എന്ന കാര്യം ഇവർ പരസ്യമാക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി എന്ന് അവർ പറഞ്ഞു പരത്തി. പ്രതികളുടെ കുറ്റസമ്മതം കേട്ട് പോലീസുകാർ സ്തബ്ധരായിപ്പോയി. SHO സന്തോഷ് കുബേർ ഉടനെ തന്നെ ഇക്കാര്യം SP യശ്വന്ത് സിംഗിനെ അറിയിക്കുന്നു. തുടർന്ന് സെപ്റ്റംബർ 23-ന് ചിന്നക്കനാലിൽ അവർ അങ്കിതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിക്കുന്നു. സെപ്റ്റംബർ 24 പോലീസ് സംഘം ചിന്നക്കനാലിൽ നിന്നും അങ്കിതയുടെ മൃതദേഹം കണ്ടെടുക്കുന്നു. ഇതോടെ 3 പ്രതികളുടെ മേലും അങ്കിതയുടെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നിങ്ങനെ 3 കേസുകളും എടുത്ത് അവരെ 3 അറസ്റ്റ് ചെയ്യുന്നു. ചിന്നക്കനാലിൻ്റെ പരിസരത്തും ആ പ്രദേശത്തുമുള്ള CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് വീണ്ടെടുത്തു. ഒരു CCTV ദൃശ്യത്തിൽ പ്രതികളായ 3 പേർക്കൊപ്പം അങ്കിത ഭണ്ഡാരിയെ കണ്ടു.
എന്നാൽ തിരിച്ചു വരുമ്പോൾ അവളെ കാണാനുണ്ടായിരുന്നില്ല. ഇതെല്ലാം പോലീസ് തെളിവായി ശേഖരിച്ചു. അങ്കിതയുടെ ഡെഡ് ബോഡി ഋഷികേശിലെ എയിംസ് ഹോസ്പിറ്റൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. റിപ്പോർട്ടിൽ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉള്ളതായും വെള്ളത്തിൽ വീണാണ് മരണപ്പെട്ടത് എന്നും പറയുന്നു. അതായത് പ്രതികൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. കനാലിലേക്ക് തള്ളിയിടുന്നതിന് മുൻപ് പ്രതികൾ അവളെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിലെ കോടതി പ്രതികളെ റിമാൻഡ് ചെയ്തു. ഈ സംഭവം ഉത്തരാഖണ്ഡിൽ വലിയൊരു പ്രക്ഷോഭമുണ്ടാക്കി. അവിടുത്തെ ആളുകൾ പോലീസ് വണ്ടിയുടെ അടുത്ത് വന്ന് മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങി. സ്ത്രീകളടക്കം 3 പ്രതികളെയും ആക്രമിച്ചു. അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി ക്രൂരമായി മർദ്ദിച്ചു. വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് ഇവരിൽ നിന്നും പ്രതികളെ മോചിപ്പിച്ചത്. BJP നേതാവ് വിനോദ് ആര്യയുടെ മകൻ പുൽകിത് ആര്യയാണ് മുഖ്യപ്രതി. റോഷാകുലരായ ആളുകൾ വിനോദ് ആര്യയുടെ ഫാക്ടറിക്ക് തീ ഇട്ടതോടെ പ്രതിഷേധം മറ്റൊരു തലത്തിലെത്തി. പ്രതികൾക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ രംഗത്തെത്തി. BJP സർക്കാരിനെതിരെ ആളുകൾ മുദ്രാവാക്യം വിളി തുടങ്ങി. ഡെഡ് ബോഡി ഏറ്റുവാങ്ങി കുടുംബം നാട്ടിലെത്തിച്ച് മറവു ചെയ്യുന്നു. ശേഷം അങ്കിത ഭണ്ഡാരി കേസ് ഫാസ്റ്റ് ട്രാക്കിൽ കോടതി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു. പുൽകിതിന്റെ അച്ഛൻ വിനോദ് ആര്യയെ BJPയിൽ നിന്നും അവർ പുറത്താക്കി. DGP രേണുകാദേവിയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തി. അവർ എല്ലാ മൊഴികളും വീഡിയോ റെക്കോർഡുകളും എടുക്കുന്നു. അങ്കിതയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചതിനു ശേഷം 500 പേജുള്ള കുറ്റപത്രം അവർ സമർപ്പിച്ചു. ഇതോടെ കേസിലെ വിചാരണ ആരംഭിച്ചു. 2 വർഷവും 8 മാസവും എടുത്തു വിചാരണ തീരാൻ. അവസാനം 2025 മെയ് 30 അവർ വിധി പ്രസ്താവിച്ചു. 3 പേർക്കും കോടതി ജീവപര്യന്തം തടവാണ് ശിക്ഷിച്ചത്. എന്നാൽ പ്രതികൾക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്കിതയുടെ അമ്മ രംഗത്ത് വന്നു. അവർ ഇപ്പോഴും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുന്നു. അങ്കിത ഭണ്ഡാരി 18 വയസ്സ് മാത്രമുള്ള ഒരു നിഷ്കളങ്ക പെൺകുട്ടി. തെറ്റ് ചെയ്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിനേക്കാൾ ഉത്തമം മരണം തന്നെയാണ് എന്ന് സ്വന്തം ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയവൾ. ഇവളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകട്ടെ. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.